ഗൈസ്, അപ്പൊ ഏസിലെറ്റ് ഗെയിമിങ്ങിന്റെ പുതിയൊരുട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗ്രാനി 3 ആണ് നമ്മുടെ ഗ്രാനി 3 അപ്പുറത്ത് പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ് വന്നു ഗൈസ്. അതായത് ഒഫീഷ്യലായിട്ട് ബലൂൺ എസ്കേപ്പ് വന്ന്. അതായത് നമ്മുടെ ഗ്രാനി റീമേക്കോ ഗ്രാനി 3 എൻഹാൻസറോ ഒന്നും അല്ല, ഒഫീഷ്യൽ ഗ്രാനി 3 ഗെയിം നമ്മുടെ ഡെവലപ്പർ ഉണ്ടാക്കിയ ഗെയിമിൽ. ഓ മോനെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. സോ ഈ വീഡിയോ കടക്കുന്ന നമ്മുടെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യാം. സോ നമുക്ക് നേരെ കിട്ടാം. ലസ്കോ നമ്മളെങ്ങനെ ഇപ്പോൾ എണ്ണിക്കും ഗൈസ്. ഡേ 1. ഓക്കെ, ഹിയർ വി ഗോ. അതാ നമ്മൾ എണ്ണിച്ചിട്ടുണ്ട് മച്ചന്മാരെ. സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. കൺട്രോൾസ് ഒക്കെ കുറേ നാളായതുകൊണ്ടായിരിക്കും എന്തൊക്കെ പോലെ തോന്നുന്നുണ്ട് ഗൈസ്. ഇതിൽ ബലൂൺ എസ്കേപ്പ് എനിക്ക് കുറച്ചൊക്കെ എന്തൊക്കെ അറിയാം. ഓക്കെ, പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എടുത്ത് എസ്കേപ്പ് ആവാം ഗൈസ്. ഓക്കെ, സോ ഗൈസ് ഇതിൽ പക്ഷെ ബലൂണില്ല. ഇത് വലിയ പണം ബലൂൺ ഉണ്ടാക്കണമെന്നാണ് കേൾവി. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാകാം. ശബ്ദം ഉണ്ടാവും. ഓക്കെ, ശബ്ദം ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് നേരെ പോയി വിളിച്ചിരിക്കുക ഗൈസ്. വിളിച്ചിരുന്നോ? അയ്യോ, വിളിച്ചിരിക്കടാ. അതാ വേണ്ട, അപ്പം പോയി. 2 പോയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ പോവാം. ഓക്കെ, ഇതൊക്കെ അടച്ചിട്ട് പോകും. അപ്പം കിളവിക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ അടച്ചിട്ട് പോവാം ഗൈസ്. ഇവിടെ ഇല്ലേ വെപ്പൺ കേ ഉണ്ട്. ഇത് പ്രീസെറ്റ് 4 ആണ്. സോ നല്ലൊരു പ്രീസെറ്റാണ്, വേണ്ടവർ കളിച്ചു. സോ ഇവിടെ വെപ്പൺ കേ ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ അപ്പാപ്പൻ്റെ മുറിയിൽ എന്തെങ്കിലും കാണുന്നുണ്ട് വിശ്വാസം. നോക്കാം. സോ നമുക്ക് ആദ്യം പോയി തട്ടാൻ കഴിച്ചു. ഇപ്പം പോയി നമ്മളത് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വടിയാക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കല്ല് പോയി എടുക്കാം. ഓക്കെ, വേണ്ട കഴിച്ച് നമ്മുടെ മുന്നത്തെ കല്ല് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് കല്ല് നിൽക്കാം. ഓക്കെ, ഈ സെൻസിറ്റിവിറ്റി കുറച്ച് ഇതായിപ്പോയി. ഓക്കെ, ഇത് മതി. ഈ സിനിമ കാര്യം ചെയ്യും. ഇനി നമുക്ക് വേണ്ടി ഇവിടെ ഒരു കല്ല് കൊണ്ട് 2 പേരും കൊല്ലാനുള്ള കല്ലും മതി. അത് വേറെ കാര്യം. സോ ഗൈസ്, ഇനി അവർ വരുന്നവരെ കാത്തിരിക്കണം. ഇപ്പൊ ഗ്രാനി വരും. എന്താ വഴി? ഇനി അപ്പവും വരും ഗൈസ്. അപ്പോ ഓടിവാ ഗൈസ്. ഇനി നമുക്ക് അപ്പൂപ്പം വരുന്നവര് കാത്തിരുന്ന്. അതാണ്ട് അപ്പവും വരുന്നു. എന്നാ പിടി പോ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഗണ്ണ് നിൽക്കാം. ഇനി നമുക്ക് ഗണ്ണെടുത്തിട്ട് ഇവിടെ നമ്മുടെ കോക്കുവെയിലുണ്ടെന്നാണ്ട് എൻ്റെ ഒരു കേൾവി. നമുക്ക് നോക്കാം. അയ്യോ, ഇവിടെ ഇല്ലല്ലോ. അതേണ്ടേ വാൾവ് നോബ്. ഞാൻ ബലൂൺ എസ്കേപ്പ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല കേട്ടാ. ഓക്കെ, നമുക്കതായാലും ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടേക്കാം. ഈ വീടിൻ്റെ പുറത്തല്ല ചെയ്യുന്നേ, ഞാൻ അകത്തൊന്നും ചെയ്യത്തില്ലല്ലോ. സോ ഗൈസ്, നമ്മൾ മണ്ടയ്ക്ക് വന്നപ്പോഴാണ് നമ്മുടെ സ്പൈഡർമാൻ നമ്മുടെ ഫയർ എക്സ്റ്റെൻഷർ കാണുന്നത്. ഇത് മറ്റേ കത്തിക്കാനെങ്ങാണ്ട് യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. നമുക്കിതെടുത്ത് അങ്ങോട്ട് അറിയാം. ഇനി ഗൈസ്, ഇനി നമുക്കൊരു കാര്യം ചെയ്യും. ഇനി നമുക്ക് നേരെ മണ്ടയ്ക്ക് പോയി നോക്കാം ഗൈസ്. നമ്മൾ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഷെഡ്ക്കുണ്ട്. പൊളി. ഈ ഷെഡ്ക്കിയുടെ കാര്യം പിന്നെ എനിക്കറിയാമായിരുന്നു. കാരണം സാധാരണ റിസെറ്റിൽ ഷെഡ്ക്കാണുള്ളത് 4ൽ. സോ എനിക്ക് റിസെറ്റിലെല്ലാം അറിയാം. നമുക്കെന്തായാലും പോയി നേരെ അഴയ്ക്കുക ഗൈസ്. നമുക്ക് ആ ഷെഡ്ക്ക് പോയി തുറക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അവിടെ പ്ലാങ്ക് ഉണ്ടെന്ന് എനിക്കറിയാം. സോ വേറെന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, പ്ലാങ്കിൻ്റെ ഉള്ളിലാണ് ബ്രിഡ്ജ് റാങ്ക് ഉള്ളത്. സോ ബ്രിഡ്ജ് റാങ്ക് വെച്ച് ചെറിയൊരു പണിയുണ്ട്. ഇവിടെ നമ്മുടെ ഗൈസ്, ഇവിടെ മാച്ചസ് ഉണ്ട്. ഈ മാച്ചസ് നമുക്ക് മണ്ടയ്ക്ക് എന്തോ തീ കത്തിക്കാൻ വേണ്ടി ആവശ്യമുണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യും, വെള്ളത്തിലോട്ട് എറിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളത്തെറിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മുന്നിൽ നിന്ന് വീഴുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ പ്ലാങ്ക് കൊണ്ട് തുറക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് ഇവിടെ നമ്മുടെ പ്ലാങ്ക് വെച്ച് അവിടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ബ്രിഡ്ജ് റാങ്ക് കിട്ടും. സോ ബ്രിഡ്ജ് റാങ്ക് വെച്ച് അപ്പുറത്ത് നമ്മുടെ ഒരു സാധനം ഉണ്ട് ഗൈസ്, ബലൂണ്ട് ഒരിത്. ഗൈസ്, ഇതാണ്ട് ഒരു ബലൂണ്ട് സാധനം. ഒരു ബലൂണിൻ്റെ പാർട്ടാണ് ഗൈസ് ഇത്. നമുക്കിത് അങ്ങോട്ട് അറിയാം. ഇനി അവിടെ ബ്രിഡ്ജ് റാങ്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നൈസായിട്ട് ബ്രിഡ്ജ് റാങ്ക് അങ്ങോട്ട് അറിയാം ഗൈസ്. 2 സ്പോണായിട്ടുണ്ട്, കുഴപ്പമില്ല ഗൈസ്. സോ നമുക്ക് നൈസായിട്ട് ചാടാം ഗൈസ്. ഓക്കെ, നമ്മൾ ചാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തുറക്കണ ഗ്രാനി ഇപ്പോൾ ഒരുകൂടെ. അയ്യോ, എന്നെ കൊല്ലാൻ നോക്കുന്നേ ഗൈസ്. പിന്നെ ഈസി മോഡാണ്, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ എക്സ്ട്രീം മോഡൊക്കെ കംപ്ലീറ്റ് ആക്കേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്തായാലും ചെയ്തായിരിക്കും. ഓക്കെ, നമുക്ക് നല്ല നമ്മുടെ ബ്രിഡ്ജ് റാങ്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഈ ബ്രിഡ്ജ് റാങ്ക് എടുത്ത് വെള്ളത്തിലോട്ട് അറിയാം. അതിന് മുമ്പ് നമുക്ക് ഈ കല്ലും കൂടെ എടുക്കാം.
ഇതിനെ എടുത്ത് വെള്ളത്തിലോട്ട് എറിയാം. ഇനി നമ്മുടെ ഈ പാട്ട് എടുക്കാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാട്ട് കൊണ്ട് അവിടെ വെക്കണം. ഗൈസ് വേറൊരു കല്ലും കൂടെ. നമ്മൾ 3 കല്ല് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ബ്രിഡ്ജ് റാങ്കും മാച്ചസും എല്ലാം ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ബ്രിഡ്ജ് റാങ്ക് എടുക്കാം. എന്നിട്ട് കൊണ്ട് അവിടെ തുറക്കാം. അന്നേതാണ്ട് അവിടെ ഒരു പാർട്ടുണ്ട്. ഇനി ഒരു പാർട്ട് എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിനിൻ്റെ അടുത്താന്ന്. അപ്പോൾ ഞാൻ നേരത്തെ ട്രെയിനിൻ്റെ അടുത്തല്ല, നമ്മൾ ട്രെയിനിൻ്റെ അകത്താന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഈ പാർട്ട് എടുത്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ അകത്തെങ്ങാണ്ട് ഇവന്മാർ ഒളിപ്പിച്ച് വെച്ചേക്കാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കള്ളപ്പന്നികൾ. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം. ഗ്രാനിക്ക് അതാ ഗ്രാനി ശബ്ദം ഉണ്ടാക്കാതെ കയറി വരുന്നത്. ഹായ് അമ്മച്ചി, എന്തൊക്കെ ഉണ്ട്? ഗുഡ് മോർണിംഗ് മമ്മി. ബൈ. അയ്യോ ഗൈസ്, കളവനെ ഇപ്പോൾ കളവ ചത്ത്. ഗൈസ് ഈ ഗ്രാനി ആണെങ്കിൽ അതിൻ്റെ സാറ്റുറേഷനൊക്കെ മാറ്റി ഗൈസ്. ആ ഗ്രാഫിക്സ് ഫുള്ളൊന്ന് മാറ്റി. എന്താ അറിയത്തില്ല, മൊബൈലിൽ നമുക്കൊരു പണ്ടത്തെ വൈബ് കിട്ടുന്നില്ല. എന്തോ കോൺട്രാസ്റ്റും സാറ്റുറേഷനൊക്കെ മാറ്റി. അതാ കള്ളക്കളവൻ വരുന്നത്. എടാ പറയാൻ സമ്മതിക്കടോ, ഇറങ്ങിപ്പോടാ കള്ളക്കളവ. ഓക്കെ, പി സിൻ്റെ ഒരു ചെറിയ ഫീൽ കൊണ്ടുവന്നിട്ടാണ്. പക്ഷെ പി സിക്ക് ആണെങ്കിൽ ഇപ്പോൾ മാറ്റി. പി സിയിൽ കുറച്ചുകൂടെ ഗ്രാഫിക്സ് ഉണ്ട്, കുറച്ച് ഡാർക്കറും കുറച്ച് കോൺട്രാസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ സാറ്റുറേഷൻ കുറച്ച് കോൺട്രാസ്റ്റും കുറച്ച് ആ ഒരു ഹൊറർ ഫീലൊന്ന് പോയി ഗൈസ്. പണ്ടത്തെ ഗ്രാനി ഇത്ര നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിപ്പോൾ മറ്റേ നമ്മുടെ അൺഒഫീഷ്യൽ ഗെയിമിൻ്റെ കൂട്ടായി പോയി. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിനകത്ത് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാനല്ല, നമുക്ക് റോബോട്ടിനെ ചവിട്ടി പൊട്ടിക്കാനാണ് ഗൈസ്. പൊട്ടിക്കടാ. ആ, നമുക്ക് ഇവിടെ ഡോർ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ കുന്തം കിട്ടി. ഈ കുന്തം എടുത്ത് ഇവിടെ വെക്കുമ്പോൾ നമ്മുടെ പാർട്ടി റോബോട്ടോട് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു ഗൈസ്. കള്ളപ്പന്നി ഗൈസ്. റോബോട്ടിനെ കൊല്ലരുന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന് കോയിൻ വേണം ഗൈസ്. കോയിൻ കൊടുക്കണമെങ്കിൽ നമുക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ വേണം. തേങ്ങ എവിടാന്ന് പോലും എനിക്കറിയത്തില്ല. തേങ്ങ ഗൈസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും. നമുക്കിപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ എസ്കേപ്പ് ആവാം ഗൈസ്. ഒറ്റ മിനിറ്റ്, ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ട് വെക്കാം. സോ അതിന് മുമ്പ് നമുക്ക് അവരെ ഒന്നുകൂടെ കൊല്ലണം. വേണോ? ഏയ് നോക്കട്ടെ ഗൈസ്. ഇതൊക്കെ ഫസ്റ്റ് പാർട്ട് ഏതാണ്? ഇതാണോ? നോക്കട്ടെ. എടാ ഒന്നും വെക്കാൻ പറ്റുന്നില്ലടാ. അയ്യേ എടാ പറ്റിച്ചറാ, ഒന്നും വെക്കാൻ പറ്റുന്നില്ല. അത് ശരി. അതാണ്ട് അതാ വെച്ച്. ഇനി ഇവിടെ ഇതാ വെക്കണ്ടെന്നല്ലേ? അല്ല. ഓക്കെ, നമുക്ക് ഈ പാർട്ട്. അപ്പം ഈ പാർട്ട് എടുത്ത് എടാ അകത്തേറില്ലേ? എടാ മോറ. എടാ ഇറങ്ങുന്ന എങ്ങനെ? അയ്യോ, ആ ഇങ്ങനെ ഇറങ്ങുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ഇതെടുത്ത് വെക്കാം. ഇനി നമ്മുടെ മണ്ടയ്ക്കത്തെ പാർട്ടാണ് ഇത്. ഓക്കെ, ഇങ്ങനെ ബലൂണ് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ ഫയർ എക്സ്റ്റിൻക്യൂഷർ എടുക്കാം. സോ ഫയർ എക്സ്റ്റിൻക്യൂഷർ എടുത്തിട്ട് ഇതിവിടെ വെക്കാം. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഈ വാൾവ് വെക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സാരം കാണാനില്ല. ഇനി നമുക്ക് മാച്ച് സ്റ്റിക്കും കൂടെ കത്തിച്ചാൽ മതി. പിന്നെ മറ്റേൻ്റെ കൂട്ട് നമ്മൾ കുറേ സമയം നിൽക്കുകയൊന്നും വേണ്ട. നമുക്ക് ഇപ്പം തന്നെ അയ്യോ എന്താണ് നീ എന്തെങ്കിലും ചെയ്യണോ? ഓ ഇതൊന്ന് തുറന്നാൽ മതി ഗൈസ്. ഓ ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ കയറി. എടാ പറക്കുന്നില്ലല്ലോ. ശരി. അതാണ്ട് പറക്കുന്നു. അതാ ഗൈസ്, അതാ മാച്ചസ് ഒക്കെ താണ്ട് പോകുന്നു. എടാ നമ്മൾ ആകാശത്തെത്തി. വാവ്, ഇതെന്താണ് ഫയർ വുഡാ? എന്തേലും ആവട്ടെ. അതാ ഗ്രാൻഡ് പേയുടെ വീടൊക്കെ ഉണ്ടല്ലോ. ഗ്രാൻഡ് പേയുടെ വീടിനും ഗ്രാൻഡ് പേയ്ക്കും എല്ലാവർക്കും ബൈ. അതാ നമ്മുടെ ഒരു ഷാഡോ കണ്ട പോന്ന്. ഹായ്, എന്തൊക്കെ ഉണ്ട്? ബൈ ഗൈസ്, നമ്മളൊക്കെ എസ്കേപ്പ് ആയി. ഓക്കെ, ഇനി മൂന്നിടത്തരം കാണിക്കുന്നതായിരിക്കും മിക്കവാറും. ഓ ഏതാ ആകാശം, നല്ല വ്യൂ. എന്താണ് അതിൻ്റെ ഇടയ്ക്ക് കുറ്റിക്കോടൊക്കെ കയറുന്നത്? ഇതെന്താ മതിലൊക്കെ ഉണ്ട് ഇവിടെ? ശരി. ഇതാരാണീ? സിലിണ്ടറിനെയും പിന്നെ 3 തവളകളും. 3 പേരും ഇവിടെ നിൽപ്പുണ്ട്. സിലിണ്ടറിനെയും 2 തവളകളും. ഓക്കെ, നമ്മളങ്ങനെ 3 പേരിട്ട് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളങ്ങനെ ഫൈനലി ബലൂൺ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. സോ ബലൂൺ എസ്കേപ്പ് ഇടാൻ ഇത്ര ഇച്ചിരി പാടാണ് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ഒരു സീൻ വ്യത്യാസം. നമ്മളങ്ങനെ എസ്കേപ്പ് ആയി. സോ ഗൈസ്, നമുക്ക് ഇത് അടുത്തിട്ട് കാണാം. അപ്പോഴേക്കും ബൈ ഗൈസ്.